ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പതിവ് പോലെ രാത്രി 12 മണി കഴിഞ്ഞതും കുടിച്ച് പാമ്പായി മാഹി ചന്ദ്രോത്തരവറിലെത്തിയിരുന്നു. ആടിക്കുഴിഞ്ഞ് തൻ്റെ റൂമിലെത്തിയ മാഹി ഒരുവിധം ഡോറ് ലോക്ക് ചെയ്ത് അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ബെഡിലേക്ക് നോക്കിയതും ശൂന്യമായ ബെഡ് കണ്ട് മാഹിയുടെ നെറ്റിച്ചുളിഞ്ഞു. റൂം ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് മാഹി സെറ്റിയിൽ പൊതിച്ചു മൂടി കിടന്നുറങ്ങുന്ന ആരുവിനെ കണ്ടത്. ആ നിമിഷം തന്നെ മാഹിയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. മാഹി ആരുവിന് അരികിലെത്തി അവൾ പുതച്ച പുതപ്പ് മാറ്റി ആരുവിനെ തട്ടി വിളിച്ചു. ഏടീകടി. മാഹി വീണ്ടും ആരുവിനെ തട്ടി വിളിച്ചതും ഗാഠനിദ്രയിലായ ആരും ഇതൊന്നും അറിഞ്ഞില്ല. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വന്നതും മാഹി ഇരുന്നേർന്നും എണീറ്റ് മുണ്ടും മുറുക്കി ഉടുത്തി സെറ്റിയിൽ കിടന്ന ആരുവിനെ കൈകളിൽ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തതും ആരു ഒന്ന് ചിണുങ്ങി മാഹിയുടെ നെഞ്ചിലേക്ക് പറ്റിക്കിടന്നതും മാഹി അവളെയും ചേർത്ത് പിടിച്ച് ആടിയാടി ബെഡിനരികിലേക്ക് നടന്നു. അമ്മേ! തൻ്റെ കയ്യിലുള്ള ആരുവിനെ മാഹി ബെഡിലേക്ക് ഇട്ടതും മുറക്കം ഞെട്ടിയുണെന്ന് ആരു പേടിയോട് ബെഡിൽ എണീറ്റിരുന്ന് ഒച്ച വെച്ചു. മിണ്ടാതിരിക്കടി. ആരുവിൻ്റെ ഒച്ച ഉയർന്നത് മാഹി ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങളെന്ത് ഇവിടെ? മാറ്, എനിക്ക് പോകണം. തൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹിയെ കണ്ട ആരും ഒന്ന് പതറിയെങ്കിലും ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ ആരും ബെഡിൽ നിന്ന് എണീറ്റ് പോകാൻ ശ്രമിച്ചതും മഹി വീണ്ടും അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളുടെ നെരിയത് ഒറ്റ വലിക്ക് തൻ്റെ കൈകലാക്കിയതും ആര് പകച്ചുകൊണ്ട് മഹിയെ നോക്കി. താൻ എന്താണ് ചെകുതനെ കാണിക്കുന്നത്? ബെഡിൽ കിടന്ന പുതപ്പെടുത്ത് തൻ്റെ അർദ്ധനഗ്നമായ നെഞ്ചും മാറടവും മറച്ചുകൊണ്ട് മഹിക്ക് നേരെ ദേഷ്യത്തിൽ ചെറിയതും മഹി ഒരു പുച്ചച്ചിരിയോടെ കയ്യിലുള്ള നേരിയത് തറയിലേക്കിട്ട് ആരുവിൻ്റെ ദേഹത്തുള്ള പുതപ്പ് വലിച്ചു മാറ്റി. ഡോ! ആരു മഹിയെ തള്ളിക്കൊണ്ട് ബെഡിൽ നിന്ന് എണീക്കാൻ നിന്നതും മഹി അതിനെ അനുവദിക്കാതെ ആരുവിനെ ബലമായി ബെഡിലേക്ക് കിടത്തി ആരുവിനെ മുറുകെ പുണർന്ന് അവളുടെ മാറിലേക്ക് മുഖം പൊയ്ത്തി കിടന്നതും ആരുവിൻ്റെ ദേഹത്ത് കൂടെ ഒരു വിറയിൽ കടന്നുപോയി. എൻ്റെ ദേഹത്തിൽ നിന്ന് എണീറ്റ് മാറ്. കൈകാൽ അനക്കാൻ പറ്റുന്നില്ലെങ്കിലും ആ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് ആരും പറഞ്ഞു. മിണ്ടാതെ കിടക്കടി പുന്നാര മോളെ. ഇല്ല, താൻ എണീറ്റ് പോടാ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. കാണുന്നത് വെറുപ്പാ. ആര് തന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുതിറിക്കൊണ്ട് പറഞ്ഞു. നിന്നോടല്ലടി പൊന്ന പുന്നാരമോളെ മിണ്ടാതെ കിടക്കാൻ പറഞ്ഞത്. ഇനിയും ആ വാ തുറന്നാ ഞാൻ നാളെ നടത്താൻ വെച്ച നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ഇപ്പം നടത്തും. എന്താ വേണോ? ആരുവിൻ്റെ അടുപ്പിൽ വെച്ച് അവളുടെ മാറിൽ നിന്ന് മുഖമുയർത്തി മഹി ദേഷ്യത്തിൽ പറഞ്ഞതും ആര് തന്നെ മനസ്സിൽ മഹിയോടുള്ള ദേഷ്യമെല്ലാം പല്ലിൽ കടിച്ചു തീർത്തു. കുറേ നേരം കഴിഞ്ഞതും മഹി ഉറങ്ങിയെന്ന് കണ്ടതും ആരവനെ തൻ്റെ ദേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ നോക്കിയെങ്കിലും ഉറക്കത്തിലും ആരുവിൻ്റെ മേലുള്ള അവൻ്റെ പിടിയണിഞ്ഞില്ല. തൻ്റെ അവസ്ഥയോർത്ത് ആരുവിന് വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി. ഒപ്പം തൻ്റെ നിസ്സഹായാവസ്ഥയും ആലോചിച്ച് ആരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞതും കരയില്ലെന്ന വാശിയിൽ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. മണിമംഗലത്ത് എത്തിയത് മുതൽ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ശ്രേയക്ക്. പുതുപ്പെണ്ണായിട്ട് കൂടി തന്നെ ആരും ഗൗനിക്കാത്തത് കണ്ട് ശ്രേയക്കുള്ളിലാവല്ലോ നല്ല അമർഷം തോന്നിയെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ നിന്നു. വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു വന്ന ബന്ധുക്കളിലെ മുന്നിൽ ഒരു കാഴ്ച വസ്തുവിനെ പോലെ നിന്ന് ശ്രേയക്ക് ശരിക്കും മതിയായിരുന്നു. അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രേയ പലതവണ നോക്കിയെങ്കിലും ഊർമിള അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദേവന്റെ കസിൻസൊക്കെ കൂടി ശ്രേയ ഒരുക്കി ഒരു പാല് ഗ്ലാസും കൊടുത്ത് റൂമിലേക്ക് പറഞ്ഞു വിട്ടു പോയതും ശ്രേയ ഒരു മടിയുമില്ലാതെ ദേവന്റെ റൂമിലേക്ക് കയറി ചെന്നു. ഹെഡ് ബോർഡിൽ ചാരി കൈകൾ കൊണ്ട് കണ്ണു മറച്ചിരിക്കുന്ന ദേവനെ കണ്ട് ശ്രേയയുടെ മുഖം വിടർന്നു. ദേത്തേട്ടാ. ശ്രേയയുടെ വിളി കേട്ടതും കണ്ണിന് മുകളിലുള്ള കൈ എടുത്ത് മാറ്റി ദേത്തൻ മുന്നിലേക്ക് നോക്കിയതും തൻ്റെ മുന്നിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ശ്രേയയെ കണ്ട് ദേവന്റെ മുഖം ഇരുണ്ടു. ദേത്തേട്ടാ, പാല്. ശ്രേയ കയ്യിലുള്ള പാല് ദേവന് നേരെ നീട്ടി ചെറുനാണത്തിൽ പറഞ്ഞതും പെട്ടെന്നാണ് അവളുടെ കയ്യിലുള്ള ഗ്ലാസ് ഊക്കോടെ നിലത്തേക്ക് വീണ് ചിന്നിച്ചിതറിയത്. ഞെട്ടിപ്പോയ ശ്രേയ മുഖമുയർത്തി നോക്കിയതും തൻ്റെ മുന്നിൽ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ട് നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ പേടിയോടെ ഉമതിലിറക്കി. എന്ത് ധൈര്യത്തിലടി നീ എൻ്റെ റൂമിലേക്ക് കയറി വന്നത്? ദേവൻ ദേഷ്യത്തിൽ ശ്രേയക്ക് നേരെ അലറിക്കൊണ്ട് ചോദിച്ചതും ദേവന്റെ അലറിൽ കേട്ട് ശ്രേയ പേടിയോടെ പിറകിലേക്ക് ചുവട് വെച്ചു. നിന്നെ ഞാൻ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കില്ല ശ്രേയ. എൻ്റെ ആരുവിനെ ചതിച്ച് നീ സ്വന്തമാക്കിയതല്ലേ ഈ താലി. ആ താലി ഊരിവെച്ച് നീ ഈ വീടിന് പടിയിറങ്ങും. ഇല്ലെങ്കിൽ ഇറക്കി വീടും ദേവൻ. നിന്നെ പോലുള്ള തേർഡ് റേറ്റുകൾക്ക് വാടാനുള്ളതല്ല എൻ്റെ ഈ തറവാട്. നീ ചെയ്തതിനൊക്കെ നിന്നെ കൊണ്ട് ഈ ദേവത്തെ തന്നെ അനുഭവിപ്പിക്കും. ശ്രേയയെ നോക്കി ദേഷ്യത്തോടെ ദേവൻ അലറി. എന്നാൽ ദേവൻ പറഞ്ഞത് കേട്ട് ശ്രേയയിൽ ഭയവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. എന്നൊഴിവാക്കി ആരുഷിയെ സ്വീകരിക്കാൻ ഞാൻ ജീവനോടുള്ളപ്പോൾ സമ്മതിക്കില്ല.
അങ്ങനെ വന്ന കൊല്ലും ഞാൻ ആ നാശിച്ചവളെ. ശ്രേയ അപ്പോഴത്തെ ദേഷ്യത്തിൽ ദേവനോട് പറഞ്ഞതും ദേവൻ ശ്രേയയുടെ മറുകവളിലും മാറി മാറി അടിച്ചു. അവളെ തുടർ നീ രണ്ടാമത് ജനിക്കണടി. ഇനി ഞാൻ ആരുഷിയെ തേടി ചെന്നാലും ഇനി അവളെന്നെ സ്വീകരിക്കില്ല. കാരണം നിന്നെ പോലെയല്ല അവള്, അന്തസ്സുള്ള പെണ്ണാവള്. അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഈ ദേവത്വൻ പോകത്തുമില്ല. പിന്നെ എന്റെ മനസ്സിൽ നിനക്ക് ഈ വീട്ടിലുള്ള വളർത്തുനായയുടെ സ്ഥാനം പോലും ഉണ്ടാകില്ലടി. അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ശ്രേയ നീ. ശ്രേയെ നോക്കി പുച്ഛവും ദേഷ്യവും കലർത്തി ദേവൻ പറഞ്ഞു. നോക്കി നിൽക്കാതെ ഈ താറ് തുടച്ച് വൃത്തിയാക്കടി. ദേവൻ ദേഷ്യത്തിൽ ശ്രേയക്ക് നേരെ അലറി. ഞാനോ? അല്ല, അതിനെ നിന്റെ വീട്ടിലിരിക്കുന്നതിന്റെ തള്ളെ കൊണ്ടുവരാം. നോക്കി നിൽക്കാതെ പറഞ്ഞു ചെയ്യടി പുന്നാര മോളെ. ദേവൻ ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ട് ശ്രേയ ഉള്ളിലെ ദേഷ്യം അടക്കി നിർത്തി വേഗം പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലുകളെല്ലാം പെറുക്കിയെടുത്ത് വേസ്റ്റ് ബിന്നിലിട്ട് ഒരു തുണി കൊണ്ടുവന്ന് ഫ്ലോർ തുടച്ച് വൃത്തിയാക്കി ബെഡിന്റെ അരികിലേക്ക് നടന്നു. എവിടേക്കാ നീ? അത് കിടക്കാൻ. ദേവന്റെ ശബ്ദം കഴിപ്പിച്ചുള്ള ചോദ്യം കേട്ടതും ശ്രേയ ബെഡിലേക്ക് നോക്കി ദേവനോട് പറഞ്ഞു. ഈ ബെഡിൽ നിനക്കൊരിക്കലും സ്ഥാനം ഉണ്ടാകില്ല. നിന്റെ ഇടം ദാ ഇവിടെയാ. ദേവൻ ബെഡിൽ നിന്നൊരു പില്ലോ എടുത്ത് തറയിലേക്കിട്ട് ശ്രേയയോട് പറഞ്ഞു. ഞാൻ തറയിൽ കിടക്കില്ല. ശ്രേയ ദേവനോട് പറഞ്ഞു. പറ്റില്ലെങ്കിൽ നിനക്ക് ഇപ്പം ഈ നിമിഷം ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാം. പിന്നെ നീ ഒരിക്കലും ഈ റൂമിൽ കാലുകുത്താൻ പാടില്ല. ദേവൻ ശ്രേയയെ നോക്കി രൂക്ഷമായി പറഞ്ഞതും ശ്രേയ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ആ തറയിൽ കിടന്നു. നീ ചെയ്തതിന് അനുഭവിക്കും ശ്രേയ, ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഞാൻ. നിറകണ്ണുകളോടെ ഹൃദയം തകർന്ന് തന്നെ നോക്കി നിൽക്കുന്ന ആരുവിന്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയതും ദേവൻ തറയിൽ കിടന്ന ശ്രേയയെ നോക്കി ദേഷ്യത്തിൽ മനസ്സിൽ പറഞ്ഞ് കണ്ണുകളടച്ചു. തറയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴും തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരുവാണെന്നോർത്ത് ശ്രേയയുടെ ഉള്ളിൽ ആരുവിനോടുള്ള പകയെരിഞ്ഞു. തുറന്നിട്ട ജനാലിലൂടെ സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയപ്പോഴാണ് ആരും ഉറക്കം വിട്ടുണർന്നത്. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും താൻ ആരുടെയോ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായ ആരു മുഖം ഉയർത്തി നോക്കിയതും മഹിയുടെ മുഖം കണ്ട് ഞെട്ടി. മഹിയുടെ നെഞ്ചിലാണ് താൻ കിടക്കുന്നതെന്ന് മനസ്സിലാക്കി ആരു എണീക്കാൻ നോക്കിയെങ്കിലും തൻ്റെ അടുപ്പിൽ ചുറ്റിപ്പിടിച്ച മഹിയുടെ കൈകളുടെ മുറുക്കത്തിൽ എണീറ്റ വേഗത്തിൽ തന്നെ ആരു വീണ്ടും മഹിയുടെ നെഞ്ചിലമർന്നു പോയി. ആരു കുറേ മഹിയെ തള്ളിമാറ്റാൻ നോക്കിയെങ്കിലും അവൾക്കതിന് സാധിച്ചിരുന്നില്ല. ദേഷ്യം വന്ന ആരു ശക്തിയിൽ മഹിയുടെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചു. എന്താടി പിശാച്! വേദനയെടുത്തതും മഹി ഉറക്കത്തിൽ നിന്നുണർന്ന് തന്നെ നെഞ്ചിൽ കിടന്ന ആരുവിനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. എന്നെ വിടറ ചെകുത്താനെ! ആരു ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി മഹിയുടെ നെഞ്ചിൽ ഇടിച്ചുകൊണ്ടിരുന്നു. വേദനയെടുത്ത മഹി കണ്ണുകൾ അടച്ചു പിടിച്ചു. ആരുഷി മതി! ആരുവിന്റെ ഇടുപ്പിൽ മുറുകെ പിടിച്ചവളെ കൂടുതൽ തന്റെ ദേഹത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് മഹി പറഞ്ഞു. എന്നാ എന്നെ വിടടാ! ആരു ദേഷ്യത്തിൽ പറഞ്ഞ് വീണ്ടും അവന്റെ നെഞ്ചിലെ രോമത്തിൽ പിടിമുറുക്കിയതും മഹി വേഗം തന്റെ കൈകൾ അയച്ചതും ആരു മഹിയെ തള്ളി മാറ്റി ബെഡിൽ എണീറ്റിരുന്നതും ഹുക്കടിഞ്ഞു കിടന്ന ബ്ലൗസ് ഇരുഭാഗത്തേക്കും പകഞ്ഞു മാറിയതും ആരും ഞെട്ടി പകച്ചു പോയി. ബോധം വന്നതുപോലെ ആരു വേഗം ബ്ലൗസ് കൂട്ടിപ്പിടിച്ച് പകച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ നോക്കി. സ്കാർട്ടും ബ്ലൗസും മാത്രമേ തൻ്റെ ശരീരത്തിലുള്ളൊന്ന് കണ്ടതും ആരുവിന് മഹിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യത്തിൽ ആര് തിരിഞ്ഞ് മഹിയെ നോക്കിയതും കമിഴ്ന്ന് കിടന്ന് വീണ്ടും ഉറക്കത്തെ തേടിപ്പോയ മഹിയെ കണ്ട് ആരുവിന് അവൻ്റെ പുറം അടിച്ചു പൊളിക്കാൻ തോന്നിയെങ്കിലും മഹി എണീറ്റാൽ തനിക്ക് തന്നെയാണ് ദോഷമെന്ന് അറിയാവുന്നതുകൊണ്ട് ആര് തൻ്റെ ഉള്ളിലെ ദേഷ്യം മഹിയെ പ്രാഗി തീർത്ത് ബെഡിൻ്റെ കാലിൽ കിടക്കുന്ന നെരിയതെടുത്ത് പുതച്ചു. പെട്ടെന്നാണ് ആരുവിൻ്റെ കണ്ണുകൾ വാൾ ക്ലോക്കിൽ പതിഞ്ഞത്. സമയം 8 കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ആരുവിന് താൻ ഇത്രയും സമയമൊക്കെ കിടന്നുറങ്ങിയോ എന്ന് ആലോചിച്ച് അത്ഭുതം തോന്നി. കാരണം തൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എല്ലാം കാലത്ത് എണീക്കും, അല്ലെങ്കിൽ മാലതിക്ക് അത് മതിയാകും അന്ന് തന്നെ പൊരിക്കാനെന്ന് ഓർത്തപ്പോൾ ആരുവിൻ്റെ മുഖം മാറി. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ആരുവിൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയതും ആരു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. താൻ മഹിയുടെ നെഞ്ചിലാണല്ലോ കിടന്നുറങ്ങിയതെന്ന് ആലോചിച്ചപ്പോൾ ആരുവിന് സ്വയം ദേഷ്യവും അറപ്പും തോന്നി. സീത കൊടുത്തതിൽ നിന്നും ഒരു കോട്ടൺ സാരിയും മറ്റുമെടുത്ത് ആരു വേഗം ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു. കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് ആര് മുടി മാതി കോതി ഉണക്കി വൃത്തിയിൽ ചെയ്യുകി എല്ലിയെടുത്ത് മുടിഞ്ഞിട്ട് മുടിയുടെ തുമ്പ് കെട്ടിയിട്ട് ബെഡിൽ കിടന്ന മഹിയെ പുച്ഛത്തോടെ നോക്കി താഴേക്ക് പോയി. ആരു താഴേക്ക് ചെല്ലുമ്പോൾ സമയം 8 കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നോട് ഇഷ്ടക്കേട് തോന്നുമെന്ന് ആലോചിച്ച് ടെൻഷനോടെയാണ് അവൾ താഴേക്ക് ഇറങ്ങിയത്. ആഹാ, മോളെ നീറ്റോ! പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വന്ന സീത മടിച്ച് വരുന്ന ആരുവിനെ കണ്ട് ചിരിയോടെ ചോദിച്ചു. അത് പിന്നെ സീതമ്മേ, ഞാൻ എണീക്കാൻ വൈകി. തെറ്റ് ചെയ്ത കുട്ടികളെ പോലെ തല താഴ്ത്തി പറയുന്ന ആരുവിനെ കണ്ട് സീതയ്ക്ക് ചിരി വന്നു. അതിനെന്താ, ഇവിടെ കാലത്ത് എണീറ്റ് കാര്യമൊന്നുമില്ല മോളെ.
സീത ചിരിയോടെ പറഞ്ഞപ്പോൾ ആരുവിന് തെല്ലൊരു ആശ്വാസം തോന്നി. മോളെന്താ സിന്ദൂരം തൊടാത്തത്? സുമംഗരികൾ സീമന്തരേഖ ഒഴിച്ചിടാൻ പാടില്ല. ആര് സിന്ദൂരം തൊടാത്തത് കണ്ട് സീത പറഞ്ഞു. അത് പിന്നെ എൻ്റെ സിന്ദൂരല്ല. ആര് വേഗം പറഞ്ഞു. ശരിക്കും ആര് മഹിയോടുള്ള ദേഷ്യത്തിൽ മനഃപൂർവ്വം സിന്ദൂരം തൊടാത്തതായിരുന്നു. ആര് പറഞ്ഞത് കേട്ട് സീത പൂജാമുറിയിലേക്ക് തന്നെ പോയി ഒരു കുങ്കുമച്ചെപ്പും എടുത്ത് കൊണ്ടുവന്ന് ആരുവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ഇത് മോളെടുത്തോ, ഇനി മറക്കരുത് കേട്ടോ സിന്ദൂരം തൊടാൻ. സീത പറഞ്ഞത് കേട്ട് ആര് തലകുലുക്കി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സീതയ്ക്ക് ഇനി തന്നോടൊന്നും തോന്നണമെന്ന് കരുതി ഒരു നുള്ളു സിന്ദൂരം എടുത്ത് നെറ്റിയിൽ ചേർത്തി ആ ചെപ്പ് തൽക്കാലം അവിടെ തന്നെ വെച്ച് സീതയുടെ കൂടെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ ജോലിക്ക് വരുന്ന ശാന്തിയോട് ഓരോന്ന് പറഞ്ഞ് പ്രാതലുണ്ടാക്കുമ്പോഴാണ് എന്തു സീതയുടെ പിറകിലായി വരുന്ന ആര്യവനെ കാണുന്നത്. ആര്യവനെ കണ്ടതും ഇന്ദുവിൻ്റെ മുഖം വിടർന്നു. മോള് വന്നോ? സ്ഥലം മാറിക്കിടന്നിട്ട് മോൾക്ക് ഉറക്കം ശരിയായോ? കുഴപ്പമൊന്നുമില്ലായിരുന്നമ്മേ. ഇന്ദുവിൻ്റെ ചിരിയോടെയുള്ള ചോദ്യം കേടുന്നു മാറി ചിരിയോടെ പറഞ്ഞു. മോളെ, ഇത് ശാന്ത. ഇവിടെ ഞങ്ങൾക്കൊരു സഹായത്തിന് വരുന്നതാ. എന്ത് ശാന്തയെ അവൾക്കായി പരിചയപ്പെടുത്തി കൊടുത്തതും തന്നെ നോക്കി ചിരിക്കുന്ന അവർക്കായി ആരും നിറഞ്ഞ പുഞ്ചിരി നൽകി.